വളരെയേറെ പ്രതീക്ഷയുണ്ടാക്കിയ പദ്ധതി തന്നെയാണ് ലൈഫ് മിഷൻ പദ്ധതി. ഈ വിഹിതം ലഭിക്കാത്തതുകൊണ്ട് തദ്ദേശ സ്ഥാപനങ്ങളും പ്രതിസന്ധിയിലായിരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ജനപ്രതിനിധികൾ, വീടിൻ്റെ അടിത്തറ കെട്ടിയിട്ടവർ ഇനി എന്ത് ചെയ്യണം എന്ന ചോദ്യവുമായി MLA-മാരെയും MP-മാരെയും മറ്റുള്ള പൊതുപ്രവർത്തകരെയും ജനപ്രതിനിധികളെയും സമീപിക്കുമ്പോൾ ഇവർക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല. ലൈഫ് മിഷൻ വീതം കൃത്യമായി ലഭിക്കാത്തതുകൊണ്ട് ഉപഭോക്താക്കൾക്കൊപ്പം പ്രതിസന്ധി നേരിടുകയാണ് കൗൺസിലർമാരും പഞ്ചായത്ത് മെമ്പർമാരും. ഏറ്റവും ആദ്യം ഉപഭോക്താക്കൾ പരാതിയുമായി എത്തുന്നത് കൗൺസിലർമാരുടെ അടുത്തോ പഞ്ചായത്ത് മെമ്പർമാരുടെ അടുത്തേക്കാണ്. ഇവരോട് എന്ത് പറയണമെന്ന് ഇപ്പോഴും പലർക്കും അറിയില്ല. സാങ്കേതികത്വം പറഞ്ഞങ്ങനെ ഒഴിവാക്കാനും പറ്റില്ല. വലിയ ബുദ്ധിമുട്ടാണ് പല ജനപ്രതിനിധികളും നേരിടുന്നത്. കഴിഞ്ഞ 5 മാസമായി ലൈഫ് ഭവന പദ്ധതിയിലെ തുക മുടങ്ങിയിട്ട് പലർക്കും രണ്ടാം ഘട്ട തുക ലഭിച്ചിട്ടില്ല. കൊച്ചി കോർപ്പറേഷൻ വടുതല വാർഡിലെ കൗൺസിലറായ ഹെൻറി ഓസ്റ്റിന് സ്ഥിരമായി വരുന്ന ചോദ്യങ്ങളിലൊന്നാണ് ബാക്കി തുക എപ്പോൾ കിട്ടും സാറേ എന്നുള്ളത്. സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി മൂലം പലപ്പോഴും ഫണ്ട് കൃത്യസമയത്ത് വരുന്നില്ല. അപ്പോൾ രണ്ടാം ഗഡു നമ്മൾ 1.60 കൊടുക്കേണ്ട സമയത്ത് സെൻട്രൽ സ്റ്റേറ്റിൽ സംസ്ഥാനത്തിൻ്റെ വിഹിതം കൂടി വന്നാലേ നമുക്കത് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം ഇപ്പോൾ 4 ലക്ഷം കൊടുക്കേണ്ട സമയത്ത് 2 ലക്ഷം കൊടുത്ത് നിൽക്കുന്ന, രണ്ടാം ഘട്ടം മാത്രം കൊടുത്ത് നിൽക്കുന്ന ഒരുപാട് വീടുകൾ എൻ്റെ ഡിവിഷനിലുണ്ട്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. അവർക്ക് നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന സമയത്ത് ഇത് കൊടുക്കാതെ വരുമ്പോഴത്തേക്ക് ഈ പദ്ധതിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ തന്നെ വെള്ളം ചേർക്കുന്ന പോലെയാണ്. അടച്ചുറപ്പുള്ളൊരു വീട്ടിൽ കിടന്നുറങ്ങുന്നത് ജീവിതാഭിലാഷമായി കരുതുന്ന മനുഷ്യരെ ഈ മറുപടി കൊണ്ട് തൃപ്തിപ്പെടുത്താനാകില്ലെന്ന് ഇവർക്കും അറിയാം. കേന്ദ്രവീതം ലഭിച്ചില്ല, സംസ്ഥാനം തരുന്നില്ല എന്നുള്ള സാങ്കേതികത്വം പറഞ്ഞ മുന്നോട്ട് പോവുകയല്ലാതെ മറ്റു വഴികളുമില്ല. ഒരു ഗുണഭോക്താവിനെ സംബന്ധിച്ച് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു വീട് പൂർത്തീകരിക്കണം. പക്ഷേ പല പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അവിടെ 2 സർക്കാരുകളും ഇതിനെ നോക്കിക്കാണുന്നത്. അതിൻ്റെ പേരിൽ തന്നെ എല്ലാ ആളുകളും ഇതിനകത്ത് വളരെ ബുദ്ധിമുട്ടിലാണ്. ഇവിടെ വീട് പണി പൂർത്തീകരിക്കുന്നതിന് മുമ്പ് അവർ വീട് വാടകയ്ക്ക് താമസിക്കുന്ന ആളുകളുണ്ട്. എത്രയും പെട്ടെന്ന് അവർക്ക് സ്വന്തമായൊരു ഭവനം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഇതിനെ നോക്കിക്കാണുന്ന ആളുകൾ വീടിൻ്റെ വാടക കൊടുക്കാൻ പോലും സാധിക്കാതെ നരകം അനുഭവിക്കുന്ന രീതിയിലാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. വാതിലും ജനലുമൊക്കെ പിടിപ്പിക്കാൻ കാത്തിരിക്കുകയാണ് പലരും. അടച്ചുറപ്പുള്ള വീടുകൾ യാഥാർത്ഥ്യമാകുമ്പോൾ ഉപഭോക്താക്കൾക്ക് മാത്രമല്ല ഈ ജനപ്രതിനിധികൾക്കും ആശ്വാസമാണ്. സർക്കാർ അതുകൂടി ഓർക്കണം. കേരളത്തിന്റെ അഭിമാന പദ്ധതിയാണ് ലൈഫ് മിഷൻ എന്നതിൽ ഒരു തർക്കവുമില്ല. ഒരുപാട് പേർക്ക് തണലേകിയ ഈ പദ്ധതി നിലച്ചു പോകരുത് എന്നൊരാഗ്രഹം മാത്രമാണുള്ളത്. കൊച്ചിയിൽ നിന്നാം വിഷ്ണു സുരേഷ്, 24.